വെൽക്കം ടു റഹാനാസ് മാജിക് കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് മിൻറ്റ് സൂഫ്ലേ ആണ്. നമുക്കതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങാപ്പാൽ 1.5 കപ്പ്, ഇളനീർ കാമ്പ് 1 കപ്പ്, ഇളനീര് 3 കപ്പ്, പുതിന ആവശ്യത്തിന്, സാബുദാന 1/2 കപ്പ്, ചൈന ഗ്രാസ് 1 പാക്കറ്റ്, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിന്ന്, പഞ്ചസാര ആവശ്യത്തിന്. ആദ്യം ഒരു പാത്രത്തിൽ 3 കപ്പ് ഇളനീരെടുക്കുക. എന്നിട്ട് അതിലേക്ക് പുതിനയും പഞ്ചസാരയും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് തിളപ്പിക്കുക. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് 1 പാക്കറ്റ് ചൈന ഗ്രാസും കൂടി ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുക. ചൈന ഗ്രാസ് മെൽറ്റായതിനു ശേഷം അതിൽ നിന്നും പുതിന അരിച്ചു മാറ്റി ഒരു പുഡിംഗ് ട്രേയിലേക്ക് ആ വെള്ളം ഒഴിച്ച് സെറ്റാവാൻ വേണ്ടി വിട്ടുകൊടുക്കുക. ഇനിയൊരു പാനിൽ 3 ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ ആവശ്യത്തിന് പുതിനയും 1/2 കപ്പ് സാബുദാന ഇട്ട് ലോ ഫ്ലെയിമിൽ സാബുദാന വേവിച്ചെടുക്കുക. സാബുദാനയുടെ വേവാവുമ്പോൾ അതിൽ നിന്നും വെള്ളവും പുതിനയും എടുത്ത് മാറ്റി സാബുദാന നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇനിയൊരു പാത്രത്തിൽ 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാലും കണ്ടൻസ്ഡ് മിൽക്കും നന്നായി മിക്സ് ആയതിനു ശേഷം അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച ഇളനീരിൻ്റെ കാമ്പും നമ്മൾ വേവിച്ച സാബുദാന 1/2 കപ്പ് വേവിച്ചിരുന്നു, അതിൽ നിന്നും 1/4 കപ്പ് സാബുദാനയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. നമ്മുടെ ചൈന ഗ്രാസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ മെൽറ്റ് ചെയ്യുമ്പോൾ പുതിന ആഡ് ചെയ്തതുകൊണ്ട് ഇതിന് നല്ല പുതിനയുടെ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സാബുദാനയുടെ കാര്യവും, നല്ല പുതിന ഫ്ലേവർ വന്നിട്ടുണ്ട്. ഇനിയൊരു സെർവിങ് ഗ്ലാസ് എടുത്ത് അതിലേക്ക് ബാക്കിയുള്ള 1/4 കപ്പ് വേവിച്ച സാബുദാനയും ചൈന ഗ്രാസും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും ഒഴിച്ചതിന് ശേഷം മുകളിൽ പുതിന ഇല വെച്ച് ഗാർണിഷ് ചെയ്യാം. കോക്കനട്ട് മിൻറ്റ് സൂഫ്ലേ റെഡി ആയിട്ടുണ്ട്. ഇത് തണുപ്പോടെ സെർവ് ചെയ്യാം.